ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു റൈസാണ്. 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതും അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ എനിക്ക് ഇതുവരെ കഴിഞ്ഞ ബർത്ത്ഡേകളിൽ വെച്ച് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റിയതാണ് ഇന്നലെ കഴിഞ്ഞത്. എന്തെന്ന് വെച്ചാൽ അത്രമാത്രം സ്നേഹവും ഗ്രീറ്റിംഗ്സുമാണ് ഇന്നലെ എനിക്ക് നിങ്ങൾ തന്നത്. അപ്പം അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ തന്ന ആ സമ്മാനം. പിന്നെ ആ സമ്മാനത്തെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഷോപ്പിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മക്കളുടെ അടുത്ത് ചോദിച്ചു. അവർ ഓൺലൈനാണ് ഇത് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിങ്ക് ഞാൻ എൻ്റെ ആ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നല്ലെണ്ണയാണ്. ഒരു പാൻ എടുത്ത് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഫ്രൈഡ് റൈസിന് ചേർക്കുന്ന വെജിറ്റബിൾസിനും മുട്ടയ്ക്കൊന്നും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഇതുപോലെ വളരെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ബോയിൽ ചെയ്ത ചിക്കനൊന്നുമല്ല, ഇത് ഞാൻ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാൻ ഇതിനു മുൻപും വേറെ വെറൈറ്റീസിലെ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ യൂട്യൂബിൽ സലു കിച്ചൺ ഫ്രൈഡ് റൈസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോസ് കിട്ടുന്നതാണ്. ചിക്കൻ ഒന്ന് വേകുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്, ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പിടി ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ, പിന്നെ ഒരു സവോള ഒരു പിടി, ബീൻസ് ഒരു പിടി. ഇതെല്ലാം ഓരോ പിടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ സ്പ്രിംഗ് ഒണിയൻ ഒഴിച്ചുള്ള ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ നമ്മൾ കുക്കായ ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി വേണം നമ്മളിത് എടുക്കേണ്ടത്. ഈ സമയം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് ഇളക്കി കൊടുക്കും. കണ്ടോ, ഇതെല്ലാം കൂടി ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ബൗളിൽ റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് ഞാൻ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് വേവിച്ചെടുത്ത റൈസാണ്. ഒരു 90% വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന റൈസാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. റൈസ് നമ്മൾ ഫ്രൈഡ് റൈസിന് എടുക്കുമ്പോൾ ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. അടിക്ക് പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ക്യാമറ ഓണായിരിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം ഇതങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഇതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അടിക്ക് പിടിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, പാകത്തിനാണ് റൈസ് വെന്തിരിക്കുന്നത്. റൈസ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരുന്നത്. വെള്ളം നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച ശേഷം
അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. പിന്നെ റൈസ് ഇട്ടിട്ട് ഒരു 90% ആയപ്പോൾ വെന്തപ്പോൾ ഞാൻ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി, ആ റൈസ് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താണ് ഡ്രെയിൻ ചെയ്തെടുത്തത്. കണ്ടോ, ഇത് പാകത്തിന് ഫ്രൈഡ് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ഈ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ്റെ കൂടാണ് സെർവ് ചെയ്യുന്നത്. ചില്ലി ചിക്കൻ്റെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.